ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി യോഗി മാൻധൻ യോജന എന്ന പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇ-ശ്രം കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടതാണ്. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുന്നത്. നിലവിൽ ESI കാർഡ് ഉള്ളവർക്കോ PF ഉള്ളവർക്കോ GST റിട്ടേൺ അടയ്ക്കുന്നവർക്കോ ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുന്നതല്ല. മോട്ടോർ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, കൈത്തറി ജോലിക്കാർ, ചുമട്ട് ജോലിക്കാർ, വഴിയോര കച്ചവടക്കാർ, അങ്ങനെ അസംഘടിത മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന അനേകർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുന്നതാണ്. ഈ പദ്ധതിയിൽ അംഗമാകുന്നവർ മാസത്തിലോ വർഷത്തിലോ ചെറിയൊരു സംഖ്യ ഈ പദ്ധതിയിൽ അംഗമാകുന്ന അന്നു മുതൽ 60 വയസ്സ് വരെ ചെറിയൊരു പ്രീമിയം തുക അടയ്ക്കേണ്ടതുണ്ട്. വളരെ ചെറിയൊരു തുകയാണ് ഇത് പ്രീമിയമായിട്ട് വരുന്നത്. അത് എല്ലാ മാസം തോറുമോ 6 മാസം കൂടുമ്പോഴോ വർഷത്തിൽ ഒറ്റത്തവണയായിട്ടോ നമുക്കിത് അടയ്ക്കാവുന്നതാണ്. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ ബാക്കി വരുന്ന പകുതി തുക കേന്ദ്ര സർക്കാരാണ് നമുക്ക് വേണ്ടി നൽകുന്നത്. ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് എങ്ങനെ അടയ്ക്കുമെന്നുമുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. 60 വയസ്സ് മുതലാണ് നമുക്കിതിൻ്റെ പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്നത്. 3000 രൂപയാണ് പെൻഷനായിട്ട് മാസം തോറും നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രീമിയം കാലയളവിൽ ബെനിഫിഷ്യറിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നോമിനിയായിട്ട് ആരെയാണ് വെച്ചിരിക്കുന്നത് അവർക്ക് ബാക്കി തുക പ്രീമിയമായി അടച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ തുടരാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് കൊണ്ടുള്ള പ്രയോജനം ഞങ്ങൾക്കും ലഭിക്കുകയുള്ളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഫോണുകളിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ഇ-ശ്രം കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇ-ശ്രം കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ്. അതിൽ ഇ-ശ്രം ഹോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇ-ശ്രം ഹോം സെലക്ട് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ്. ഇ-ശ്രം പോർട്ടലിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പണായിട്ട് വരുന്നത്. ഇ-ശ്രം പോർട്ടലിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി കഴിയുമ്പോൾ താഴെ വലത് സൈഡിലായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഫോർ പെൻഷൻ ഓഫ് ₹3000 പെർ മന്ത് രജിസ്റ്റർ ഓൺ mandhan.in എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആ പെൻഷൻ സ്കീമിനെ കുറിച്ചുള്ള വിശദമായുള്ള ഒരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ്. CSC എന്നുള്ള വിൻഡോ അത് ക്ലോസ് ചെയ്ത് വിടുക. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ സ്കീം ഡീറ്റെയിൽസ് എന്ന് ബ്ലൂ കളറിൽ കാണാവുന്നതാണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറേ ഡിസ്ക്രിപ്ഷൻ കാണാവുന്നതാണ്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അൺഓർഗനൈസ്ഡ് വർക്കർ ആയിരിക്കണം, 18-40 വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം, മന്ത്ലി 15,000 രൂപയിൽ താഴെ ആയിരിക്കണം മാസ വരുമാനം. നിലവിൽ PF വാങ്ങുന്നവർക്കും GST അടയ്ക്കുന്നവർക്കൊന്നും ഇതിന് യോഗ്യതയില്ലാത്തതാണ്. രണ്ടാമത്തെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ 3000 രൂപ വെച്ച് പെൻഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ബെനിഫിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് മന്ത്ലി കോൺട്രിബ്യൂഷൻ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കുള്ള മന്ത്ലി പേയ്മെൻറ്റാണ് കാണിക്കുന്നത്. അതിൽ ടോട്ടൽ എമൗണ്ടിൻ്റെ പകുതി നമ്മളും പകുതി കേന്ദ്ര ഗവൺമെൻറ്റുമാണ് ഇതിൻ്റെ എമൗണ്ട് അടയ്ക്കുന്നത്. അപ്പോൾ അത് അടയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ടുള്ള ഡീറ്റെയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഇത് കാണിക്കുന്നത്. അടുത്തത് ഹൗ ടു അപ്ലൈ. ഇത് വായിച്ച് നോക്കിയാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ സൈനിങ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത് CSC സെൻറ്ററുകൾ വഴി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. നമുക്ക് ഫോണിലോ കമ്പ്യൂട്ടറിലോ ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് CSC സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്.
അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ സൈനിങ് എന്നൊരു ഓപ്ഷനുണ്ട്. ആ സൈനിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴൊരു ഓപ്ഷൻ ഓപ്പണായിട്ട് വരുന്നതാണ്. ഇതിൽ സെൽഫ് എൻറോൾമെൻറ്റ് ആൻഡ് CSC VLE എന്ന 2 ഓപ്ഷനുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സെൽഫ് എൻറോൾമെൻറ്റ് കൊടുക്കുക. അവിടെ നിങ്ങളുടെ വരുന്ന ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്കൊരു OTP വരുന്നതാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് എൻറോൾ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എൻറോളിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ആദ്യത്തെ ബോക്സിൽ നിങ്ങളുടെ ഇ-ശ്രാം കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇ-ശ്രാം കാർഡ് എടുത്തിട്ടുള്ളവർക്ക് അതിൽ നമ്മുടെ ആധാർ കാർഡ് പോലെ തന്നെ അതിൽ ഒരു നമ്പറുണ്ട്. ആ നമ്പർ ആദ്യത്തെ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ബോക്സിൽ ബെനിഫിഷ്യറി ആധാർ നമ്പർ, രണ്ടാമത്തെ ബോക്സിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ നിങ്ങളുടെ ആധാർ കാർഡിൽ തന്നെ നോക്കി കറക്റ്റായിട്ട് തെറ്റുകൂടാതെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് അടുത്തുള്ള ബോക്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലോട്ട് വീണ്ടും ഒരു OTP സെൻഡ് ആവുന്നതാണ്. ആ OTP താഴെ വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന OTP അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഫെച്ച് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. OTP കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ഫെച്ച് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴോട്ട് വീണ്ടും കുറേ ഓപ്ഷനുകൾ വരുന്നതാണ്. പിന്നെ തൊട്ട് താഴെയുള്ളതിൽ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പേരും ഫോൺ നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ഥലത്തിൻ്റെ പിൻകോഡ് എൻ്റർ ചെയ്യുക. തൊട്ട് ഇപ്പുറത്ത് കാണിക്കുന്ന ഓപ്ഷൻ റീജിയൻ ഈസ്റ്റേൺ റീജിയനിൽപ്പെട്ട ആളാണോ എന്നുള്ളതിൽ നോ കൊടുക്കുക. ജനറൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അടുത്ത ബോക്സിൽ നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അവിടെ കുറേ ഓപ്ഷനുകൾ തന്നിട്ടുള്ളതാണ്. അതിൽ നിങ്ങളുടെ ജോലി സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ നിങ്ങൾ PF വാങ്ങിക്കുന്ന ആളാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് നോ കൊടുക്കുക. വാങ്ങുന്നവർക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. അടുത്ത ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണോ എന്നുള്ളത് നോ കൊടുക്കുക. താഴെ കാണുന്ന ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ ഓപ്പണായി വരുന്നതാണ്. താഴെ നമുക്ക് ഏത് മോഡിലാണ് വെരിഫൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്നതാണ്. അവിടെ OTP സെലക്ട് ചെയ്യുക. ഏറ്റവും താഴെ സെലക്ട് ടൈപ്പ് എന്നുള്ളത് OTP സെലക്ട് ചെയ്യുക. വെരിഫൈ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഒരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. യു ബീയിങ് റീഡയറക്റ്റ് ടു CSC വെബ് പേജ് അത് ഓപ്പണായി വരുന്നതാണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ CSC സെൻറ്ററുകൾ വഴിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെയോ ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്താണ് അവരിത് പ്രൊസീഡ് ചെയ്യുന്നത്. നമ്മളിത് സെൽഫായിട്ട് കൊടുക്കുന്നതുകൊണ്ട് മുകളിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം OTP എന്ന ഇത് ക്ലിക്ക് ചെയ്യുക. മുകളിലൊരു എഗ്രിമെൻറ്റ് കാണിക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഇത് ആക്റ്റീവ് ആകുന്നതാണ്. OTP സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും ഒരു OTP നമ്മുടെ ഫോണിലോട്ട് വരുന്നതാണ്. ആ OTP ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന വെരിഫൈ ഓൾഡ് വെരിഫൈ OTP എന്നുള്ള ഭാഗത്ത് ഇപ്പോൾ ഫോണിൽ വന്നിരിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് OTP എന്ന് കൊടുക്കുക. താഴെ ഗ്രീൻ കളറിൽ കാണുന്ന വാലിഡേറ്റ് OTP എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായിട്ട് താഴോട്ട് വരിക. നമ്മൾ ഇ-ശ്രാം കാർഡ് എടുത്ത ടൈമിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. അവിടെ അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളിടത്ത്
നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആരുടെ അക്കൗണ്ടാണോ ആ അക്കൗണ്ടിൽ ഉള്ള ആളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതായതുകൊണ്ട് നമ്മുടെ പേര് തന്നെ കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ് അക്കൗണ്ടാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പേരിനൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു വെരിഫൈ എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആകും. അതിനുശേഷം തൊട്ട് താഴെ നോമിനി ഡീറ്റെയിൽ കൊടുക്കുക. നമ്മുടെ ഇസ്ലാം കാർഡ് എടുത്തപ്പോൾ നോമിനി ഡീറ്റെയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത ബോക്സിൽ നമ്മുടെ സ്പൗസ് നെയിം എൻ്റർ ചെയ്യുക. ആ നോമിനിയുടെ ഡീറ്റെയിൽ തന്നെ കൊടുത്താൽ മതിയാവും. തൊട്ട് താഴെ നോമിനിയുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം റിലേഷൻ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ നമ്മുടെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത ബോക്സിൽ നോമിനി മൈനർ ആണെങ്കിൽ മറ്റാരുടെയെങ്കിലും ഡീറ്റെയിൽ കൊടുക്കേണ്ടതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ മന്ത്ലി കോൺട്രിബ്യൂഷൻ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മന്ത്ലി അടയ്ക്കുകയാണോ അല്ല ക്വാർട്ടർലി, അത് പകുതി മാസത്തിൽ അടയ്ക്കുകയാണോ വർഷത്തിലൊരിക്കലാണോ അടയ്ക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ മാസത്തിൽ അടയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു. മാസത്തിലാകുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് അടച്ചു പോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുകയാണ്. മന്ത്ലി എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത് തൊട്ട് താഴെ ഒരു എഗ്രിമെൻറ്റ് ബോക്സ് കാണിക്കുന്നതാണ്. ആ എഗ്രിമെൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ സബ്മിറ്റ് കൊടുക്കും. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. തൊട്ട് താഴെ നമ്മൾ മന്ത്ലി അടയ്ക്കേണ്ടുന്ന പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് കാണിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രിൻ്റ് മാൻഡേറ്റ് ഫോം എന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം ഓപ്പണായി വരുന്നതാണ്. അത് നമ്മൾ പ്രിൻ്റ് എടുക്കുക. ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഒപ്പിടേണ്ട സ്ഥാനത്ത് ഒപ്പിടുക. അതിനുശേഷം വീണ്ടും നമ്മളിത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യേണ്ടത് JPG ഫോർമാറ്റിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒപ്പിട്ടതിന് ശേഷം നമ്മുടെ ഫോണിൽ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ഫയൽ എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ഓപ്പണായി കൊടുക്കുക. താഴെയാണ് നമ്മൾ ഒപ്പിടേണ്ടത്. ഇതുപോലുള്ള ഒരു ഫോമാണ് നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് വരുന്നത്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ അത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഒപ്പിടേണ്ട സ്ഥാനത്ത് ഒപ്പിടുക. അതിനുശേഷം അത് വീണ്ടും അപ്ലോഡ് ചെയ്യുക. അതിന് വേണ്ടി ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കും. ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളതോ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളതോ ആ ഫോം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് സ്കാൻ കോപ്പി എന്ന് ബ്ലൂ കളറിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ലോഡായതിനു ശേഷം ആദ്യത്തെ മന്ത്ലി പേയ്മെൻറ്റ് ഓപ്ഷനാണ് കാണിക്കുന്നത്. അത് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി ആദ്യം പേ യൂസിങ് CC അവന്യൂ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ താഴെ ക്ലിക്ക് ടു പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ളത് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് മോഡ് ഓപ്പണായി വരുന്നതാണ്. ഇതിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഈ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തൊട്ട് താഴെ നിങ്ങളുടെ ഗൂഗിൾ പേ ID അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ യുവർ UPI ID എന്നുള്ളിടത്ത് ഗൂഗിൾ പേ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് എ പേയ്മെൻറ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലൊരു മെസ്സേജ് വരുന്നതാണ്. അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം റീഡയറക്റ്റ് ആവുന്നതാണ്. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞൊരു ബോക്സ് നമ്മുടെ മെയിൻ ബോർഡിൽ കാണിക്കുന്നതാണ്. തൊട്ട് താഴെ നമ്മുടെ പെൻഷൻ്റെ കാർഡ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്യുകയോ നമുക്ക് പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലോട്ടോ അത് ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഡൗൺലോഡ് ആകുമ്പോൾ
എങ്ങോട്ടാണ് നമുക്ക് ഡൗൺലോഡ് ആക്കേണ്ടതെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആകുന്നതാണ്. വീണ്ടും നമുക്കത് പ്രിൻ്റാണ് എടുക്കേണ്ടതെങ്കിൽ മുകളിലെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്രിൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിൻ്റ് ഓപ്ഷൻ വരുന്നതാണ്. അതിൻ്റെ പ്രിൻ്റ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത മാൻഡേറ്റ് ഫോം, അതിൻ്റെ ആവശ്യകത ഇനി തുടർന്നുള്ള ഓരോ മാസങ്ങളിലും നമ്മളിപ്പോൾ അടച്ച മന്ത്ലി പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെൻഷൻ സ്കീമിലേക്ക് പോകുന്നതാണ്. ഇതിനു വേണ്ടി നമുക്ക് ഇനി ബാങ്കുകളിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഈ തുക എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറയുന്നതാണ്.